പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. എന്താല്ലേ മഴ അങ്ങനെ തകർത്താടുകയാണ്. ശരിക്കും 2018 ശേഷം മഴ പെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു 2018 പ്രളയത്തിന് ശേഷം മഴക്കാലം കാറ്റൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ പേടി നമുക്കെല്ലാവർക്കും തോന്നാറുണ്ടല്ലേ. അത് ഇനിയിപ്പോൾ എത്ര വലിയ വീടും സൗകര്യങ്ങളും ഉള്ള ആൾക്കാരാണെങ്കിലും കൊട്ടാരത്തിന് സമാനമായ വീടിൻ്റെ മുകൾ നിലയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരായാലും 2018 മുതൽ പ്രകൃതി നമുക്ക് നൽകുന്ന പാഠങ്ങൾ മുൻനിർത്തി ഒരു പേടിയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാറുണ്ട്. പാവപ്പെട്ടവൻ്റെ വീട്ടിലെ മഴ കണ്ണീരാണ്, പണക്കാരൻ്റെ വീട്ടിലെ മഴ കുളിരാണ് എന്നൊക്കെയുള്ളൊരു രീതി അങ്ങ് മാറിയിട്ടുണ്ട്. സത്യത്തിൽ ചോർന്നൊലിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന വീട്ടിലെ ആൾക്കാരാണ് കുറച്ചും കൂടെ ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ മഴക്കാലമൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഗ്രഹമാണ് മഴക്കാലം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ത് രസമാണല്ലേ മഴ പെയ്യുമ്പോൾ. ശരിക്കും ഓട് വീട്ടിലിരുന്ന് മഴ കാണണം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഉമ്മയുടെ വീട് ഓട് വീടായിരുന്നു, പിന്നെ മേമ്മയുടെ വീട് ഓട് വീടായിരുന്നു. മിക്ക വീടുകളും അന്നൊക്കെ ഓട് വീടായിരുന്നു. ഓടിട്ട വീട്ടിലിരുന്ന് മഴ കാണുമ്പോൾ പവിഴ മുത്തുകളുടെ മാലകൾ കൊണ്ട് വീട് അലങ്കരിച്ച പോലെ തോന്നും. പിന്നെ അതിൻ്റെ ഒരു മുത്തുകളിങ്ങനെ കൂട്ടിമുട്ടും പോലെയുള്ളൊരു ശബ്ദം, ഇതുപോലെ ചുവന്ന മണ്ണിൽ മഴത്തുള്ളികൾ പതിക്കുമ്പോൾ ആ മഴത്തുള്ളികളുടെ നൃത്തച്ചുവടുകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ എൻജോയ് ചെയ്യാന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. പ്രളയം വരും, കുന്നിടിഞ്ഞു വരും, മലയിടിഞ്ഞു വരും എന്നൊക്കെ കരുതി ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ആസ്വദിക്കാതെ പേടിച്ച് ഇരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. നാളെ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നറിയാതെ, നാളെ മല വരുമോ, കുന്ന് ഇടിഞ്ഞു വരുമോ, ഉരുൾപൊട്ടൽ വരുമോ എന്നൊക്കെ പേടിച്ച് മഴയെ ശപിക്കുന്നതിലോ, അല്ലെങ്കിൽ മഴക്കാലത്തെ വെറുപ്പോടെ മാത്രം പ്രതീക്ഷിക്കുന്നതിനോടോ സത്യം പറയാച്ചാൽ എനിക്കൊരു യോജിപ്പില്ല. മഴ കാരണം നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും മഴയില്ലാത്ത ആ ഒരു വേനലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ നമ്മൾ മഴക്കാലത്ത് പ്രണയിക്കാതിരിക്കും? എന്ത് രസമാണ് മുറ്റത്തേക്കൊക്കെ നോക്കുമ്പോൾ ആ ഒരു പച്ചപ്പും ഇങ്ങനെ കൂണ് മുളച്ചതും ഒക്കെ കാണുമ്പോൾ. ശരിക്കും ഈ കൂണൊക്കെ മുളച്ച് വരുന്നത് കാണുമ്പോൾ എനിക്ക് തവളക്കുട്ടന്മാരായിട്ട് ഓർമ്മ വരിക. നമ്മുടെ 90 കിഡ്സിൻ്റെ പണ്ടത്തെ ആ ഒരു LP സ്കൂളിലെ പുസ്തകങ്ങളിൽ അന്നൊക്കെ ഉണ്ടായിരുന്നു കൂണിൻ്റെ ചുവട്ടിൽ മഴ കൊള്ളാതെ ഇരിക്കുന്ന ഒരു തവളച്ചാരുടെ ഫോട്ടോ, ഒരു ചിത്രം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരുപക്ഷെ. എപ്പോഴും എനിക്ക് ഒരു ചിത്രം ഈ കൂണ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ തൊടിയിലൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നനഞ്ഞ പുല്ലിൽ ചവിട്ടുമ്പോൾ എന്താ പറയുക, കാലിൽ ചിലങ്ക കെട്ടി നടക്കുന്നത് പോലെ തോന്നും. ഞാനിങ്ങനെ വെറുതെ കൈ കൊണ്ടൊക്കെ താളം പിടിക്കാറൊക്കെ ഉണ്ട്. നമ്മുടെ മിയയുടെ നൃത്തം പോലെയൊക്കെ ആയിരിക്കും ആരെങ്കിലുമൊക്കെ മാറി നിന്ന് കാണുമ്പോൾ തോന്നുക. പക്ഷെ എന്നിരുന്നാലും മഴ പെയ്യുമ്പോൾ ഏതൊരു ക്രൂരൻ്റെ ഉള്ളിലും, അല്ലെങ്കിൽ ഏതൊരു കഠിന ഹൃദയമുള്ള ആളിൻ്റെ ഉള്ളിലും ഒരു കലാകാരനോ കലാകാരിയോ ഉണർന്നിരിക്കും. അത് ഉറപ്പാണ്. പ്രണയിക്കാൻ തോന്നും, പാട്ട് പാടാൻ തോന്നും, കഥ എഴുതാൻ, കവിത എഴുതാൻ തോന്നും. ഇത്രയേറെ നമ്മളെ എന്താ പറയുക, ഏതൊക്കെയോ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാലം വേറെയില്ല. അത് മഴക്കാലം തന്നെയാണ്. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ എവിടേക്കാണ് എത്തുക? നമ്മുടെ ചിന്തകൾ ഏതെല്ലാം രീതിയിലൂടെയൊക്കെയാണ്, അല്ലെങ്കിൽ എവിടേക്കാണ് പോവുക?
ഒരു പെന്നും പേപ്പറും ആരെങ്കിലും കയ്യിൽ കൊണ്ട് തന്നാൽ അന്നേരം എഴുതുന്ന വാക്കുകളൊക്കെ അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചാലുണ്ടല്ലോ ശരിക്കും വേറെ ലെവലിലെത്തും. അത്രമാത്രം നമ്മളെ ചിന്തിപ്പിക്കാനും രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാനൊക്കെ മഴ നമ്മളെ പ്രേരിപ്പിക്കാറുണ്ട്. ഞാൻ ചിലപ്പം വിചാരിക്കും ഞങ്ങളുടെ നാട്ടിലുള്ള പാടവരമ്പിലൂടെയൊക്കെ മഴ പെയ്യുമ്പോൾ വീഡിയോ എടുക്കണമെന്ന്, അതിലെ നടന്ന് വീഡിയോ എടുക്കണം, കുളത്തിലെ വരാലുകൾ നീന്തി കളിക്കുന്നത് വീഡിയോ എടുക്കണമെന്നൊക്കെ. പക്ഷെ വീട്ടിൽ നിന്ന് ഉമ്മ സമ്മതിക്കില്ല പുറത്തിറങ്ങാൻ, എന്തെങ്കിലും അപകടം പറ്റും എന്നൊക്കെ പറയും. ശരിക്കും എല്ലാവരിലും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇപ്പോൾ. എന്നാലും ഞാനൊരു ദിവസം പുറത്തിറങ്ങുന്നുണ്ട്. പാടവരമ്പിലെ ആ പുൽക്കൊടികളിലെ മഴത്തുള്ളികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഉമ്മയുടെ നാട്ടിൽ മൺകുഴികളുണ്ട്. മൺകുഴികളുടെ നടവരമ്പിലൂടെ നടക്കുമ്പോൾ നല്ല രസമാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഞങ്ങളുടെ മദ്രസയിലേക്കൊക്കെ പോയിരുന്നത് ആ വഴിയായിരുന്നു. അതെല്ലാം ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. താങ്ക് യു.